ഹായ് ഗേസ്, ഞങ്ങൾക്ക് ഒരു കമ്പിളി മൂസ് കിട്ടിയിട്ടുണ്ട്. കമ്പിളി നാരങ്ങ എന്നൊക്കെ ചിലയിടത്ത് പറയും. ഇത് പലയിടത്തും പല പേരിലാണ് അറിയുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ അപ്പം വന്നപ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് തന്നതാണിത്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞങ്ങൾക്കിത് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് അറിയില്ല. ഇത് കൊണ്ടുവന്നപ്പോൾ ഇന്നലെയായിരുന്നു കൊണ്ടുവന്നത്. ഞങ്ങൾ അപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇപ്പം കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ നേരം ഞങ്ങൾ വിചാരിച്ചു ഇതൊന്ന് കട്ട് ചെയ്യാമെന്ന്. ഞങ്ങളിത് ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കട്ട് ചെയ്തത്. കട്ട് ചെയ്തു ഗൈസ്. ഇത് വെള്ള കളറിലെ കമ്പിളി നാരങ്ങയാണ് കേട്ടോ. സാധാരണ ഒരു റോസ് കളറിൽ അല്ലേ, ഒരു ഡാർക്ക് റോസ് കളറിലൊക്കെ വരുമല്ലോ കമ്പിളി മൂസ്. ഇത് വെള്ള കളറിലെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടായിട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ എടുക്കണം എന്ന് ഗൈസ് ഞങ്ങൾ ആലോചിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഓരോ പാളികളാക്കി എടുക്കാമെന്നാണ്. അത് ഞങ്ങളുടെ കത്തി അധികം പോരാ കേട്ടോ. ഞങ്ങളുടെ നല്ലൊരു പിച്ചാത്തി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് ഞങ്ങൾ ഈ കേക്കും അൽവയൊക്കെ കട്ട് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, അത് വെച്ചാണ് ഇത് കട്ട് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ. പക്ഷേ ഇത് നൈസായിട്ട് മുറിയുന്നു. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. കത്തി നമ്മളുടെ മനസ്സിനനുസരിച്ച് തന്നെ കമ്പിളി നാരങ്ങയോട് പെരുമാറുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളത് കട്ട് ചെയ്ത് കൊണ്ട് ഇരിക്കുകയാണ്. ഗേസ് കണ്ടില്ലേ കമ്പിളി നാരങ്ങ. ഇത് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇതിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഒരല്ലിയായിരിക്കും കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇത് പൊളിച്ചിട്ട് 5-6 എണ്ണം വരെ നമുക്ക് പൊളിച്ചിട്ട് ഇതിൻ്റെ 5-6 ഇതുപോലെ കിടക്കുമല്ലോ, അല്ലികൾ പോലെ കിടക്കുമല്ലോ, 5-6 എണ്ണം ഇതിങ്ങനെ ഇളക്കി തരും. അപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ എന്ത് നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ വീട്ടിൽ ഈ കമ്പിളി നാരങ്ങ ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഈ കമ്പിളി നാരങ്ങ ഇല്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിള്ളേർ കൊണ്ടുവരും. അതും ഒരല്ലിയായിരിക്കും കൊണ്ടുവരുന്നത്. അതിനകത്തുനിന്ന് പിച്ചി കുറച്ച് ഞങ്ങൾക്കൊക്കെ തരും. കൂട്ടുകാരികളൊക്കെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ, കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കമ്പിളി മൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ അപ്പം കൊണ്ടുവന്നതാണ്. അപ്പോഴും വെള്ള കമ്പിളി മൂസ്, വെള്ള ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. റോസ് കളറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് വെള്ള കളറാണ്. ഇതാ കണ്ടില്ലേ, വെള്ള. വേണോ കമ്പിളി മൂസ്? വേണ്ടവർ വായോ. ഇപ്പം തന്നെ വരണം കേട്ടോ. ഇനി വന്നാലും കിട്ടില്ല, കാരണം ഞങ്ങളുടെ വീട്ടിൽ കമ്പിളി മൂസ് ഇല്ല. അതുകൊണ്ട് വേണ്ടവർ ഇതാ ഇപ്പം തന്നെ വരണം, എന്നാലേ കിട്ടുകയുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്തവിടെ സൂപ്പർ. ആവശ്യത്തിന് പുളിയുമുണ്ട്, ആവശ്യത്തിന് മധുരവുമുണ്ട്. സൂപ്പർ ടേസ്റ്റ്, കൊള്ളാം കേട്ടോ. പുളി മാത്രമല്ല, ചിലതിനാണെങ്കിൽ ഇച്ചിരി കയ്പ്പ് കാണും അല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ. ഇത് ആവശ്യത്തിന് പുളിയുമുണ്ട്, ആവശ്യത്തിന് മധുരവുമുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോഴ് ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. അപ്പോഴും ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുമെന്നും വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് പ്ലേറ്റ് ഒന്നും ഇവിടെ കൊണ്ട് വെച്ചില്ല, കാരണം ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഈ കട്ടിങ് സക്സസ് ആവുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ സക്സസ് ആയി. ഇനി ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. വേണ്ടവർ ഓടിവായോ, ഇപ്പം തന്നെ വരണം. അതായത് നമ്മുടെ വീട്ടിൽ ഇനി കമ്പിളി മൂസ് ഇല്ല. ഇതിപ്പോൾ ഭാഗ്യവശാൽ ഒരെണ്ണം കിട്ടിയതാണ്. അതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മളിത് കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് അല്ലേ. പിന്നെ ചിലവർക്കൊക്കെ ആണെങ്കിൽ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. അപ്പോഴേ ഇത് അങ്ങനെ കിട്ടിയതാണ്. അപ്പോഴ് ഇതാ കണ്ടില്ലേ, അല്ലി കണ്ടില്ലേ, വേണോ? സൂപ്പർ ടേസ്റ്റ്, നമ്മുടെ സ്വന്തം കമ്പിളി നാരങ്ങ. ഓക്കെ, എന്നാൽ ഇതൊന്ന് കഴിക്കട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.